നമസ്കാരം. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അവരുടെ ഓൺലൈൻ പോർട്ടലിൽ ഒരു കാർഡ് കണ്ടു. ഒരു ന്യൂസ് കാർഡ്. ശശി തരൂർ മോദിയെ സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശക്തിയും സ്രോതസ്സും ഒക്കെയാണ് നരേന്ദ്രമോദിയുടെ ഊർജ്ജസ്വലതയും ചലനാത്മകതയും ഒക്കെ ലോകത്തിന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കാൻ പ്രാപ്തമാണ് എന്ന തരത്തിൽ ശശി തരൂർ മോദിയെ സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാർഡ് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയിരിക്കുന്നത്. അല്ല, ഇതിപ്പോ ഒരു സ്തുതിയായിട്ട് എന്തേ ആ മാധ്യമത്തിന് തോന്നിയത് എന്നറിയില്ല. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് ഒരിക്കലും സ്തുതിയല്ല. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യക്തികളുടെ കാര്യത്തിൽ, നമ്മൾ ഈശ്വരന്മാരുടെ കാര്യത്തിലല്ല, വ്യക്തികളുടെ കാര്യത്തിൽ ഒരാളെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ വാഴ്ത്തിപ്പാടുക. ഇപ്പൊ പി ജയരാജനെ സ്തുതിച്ചുകൊണ്ട്, പിണറായി വിജയനെ കാരണഭൂതനായി സ്തുതിച്ചുകൊണ്ടൊക്കെ പാട്ടെഴുതുകയും അതുപോലെ കിടന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ സ്തുതിഗീതങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ സ്തുതി എന്ന് പറയാം. ഒരു വ്യക്തിസ്തുതിയാണ്. പക്ഷേ നരേന്ദ്രമോദിയെ സ്തുതിച്ചു തരൂർ എന്ന രീതിയിൽ അതിനെ മാറ്റി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം അതൊക്കെ യാഥാർത്ഥ്യമാണ്. ആഗോളതലത്തിൽ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അദ്ദേഹത്തിന്റെ ശക്തി എന്താണ്? അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ആഗോള ഉച്ചകോടികളിൽ, ആഗോള വിഷയങ്ങളിൽ, യുദ്ധങ്ങളിൽ, ക്രമസമാധാന പ്രശ്നങ്ങളിൽ, സന്തോഷങ്ങളിൽ, നയമാറ്റങ്ങളിൽ, നയതന്ത്ര വിഷയങ്ങളിലൊക്കെ തന്നെ നരേന്ദ്രമോദി എന്ന വ്യക്തി ലോകത്തിന് തന്നെ ഒരു ആരാധ്യനായ വ്യക്തിയായി, അല്ലെങ്കിൽ ഒരു അനുപേക്ഷണീയ ഘടകമായി മാറിക്കഴിഞ്ഞു എന്നേ. അതുകൊണ്ട് അതൊരിക്കലും ഒരു സ്തുതിയല്ല. ശശി തരൂർ അദ്ദേഹം സത്യം മാത്രം വ്യക്തമായി തുറന്നു പറയുന്ന ആളാണ്. കാരണം അദ്ദേഹം ഒരു യഥാർത്ഥ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ലേബലിൽ അറിയപ്പെടുന്ന ആൾ മാത്രമല്ല. അദ്ദേഹം പിന്നീടാണ് പൊളിറ്റീഷ്യനായത്. അദ്ദേഹം ഒരു വലിയ നയതന്ത്ര വിദേശകാര്യ വിദഗ്ധനാണ്. യുണൈറ്റഡ് നേഷൻസിലൊക്കെ തന്നെ വലിയ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ച വ്യക്തിയാണ്. എഴുത്തുകാരനാണ്. അങ്ങനെ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച്, ഇപ്പൊ നമ്മൾ വിശ്വപൗരൻ എന്നൊന്നും അദ്ദേഹത്തെ വീണ്ടും വിളിക്കുന്നില്ല. അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തികൾ, അദ്ദേഹം പോയ 6 രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. അതിലൊന്നും അദ്ദേഹം മോദിയെ സ്തുതിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. കാര്യങ്ങൾ പറയുന്നത് സ്തുതിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മോദിയെ സ്തുതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ പല രീതിയിൽ പല ആളുകൾ പലതിനെ കാണുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇദ്ദേഹം BJP-യിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിലയിരുത്തൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്തിരുന്നു. മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായം, ഒരു പൊതു അഭിപ്രായം എന്നുള്ള നിലയ്ക്ക്. അതുപോലെ BJP-യിൽ ചെന്നാൽ സ്ഥാനമാനങ്ങൾ കിട്ടും, അതായത് തരൂർ BJP-യിലേക്ക് പോകുന്നു, അതിന് മുന്നോടിയായി മോദിയെ സ്തുതിച്ചു എന്ന് വേണമെങ്കിൽ ഇതിനെ വരികൾക്കിടയിലൂടെ വായിക്കാം. ചില തലക്കെട്ടുകളൊക്കെ വരികൾക്കിടയിലൂടെ വായിക്കുന്ന രീതിയിൽ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മോദിയെക്കുറിച്ച് ശശി തരൂർ ഇന്നേ വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ്. അത് ഇദ്ദേഹത്തിന് ഈ ഒരു ഡെലിഗേറ്റായി അയക്കുന്നതിന് മുൻപും അല്ലാതെയും ഒക്കെ തന്നെ, തെരഞ്ഞെടുപ്പിന് മുൻപ് ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന്. വാട്ട്സ് ദ ഡൗട്ട്, ഷുവർ ഇറ്റ്സ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ച് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. മോദി ആരാണെന്ന് അറിയാം. മോദി ആരാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം, ഇവിടെ ഉള്ളവർക്കും അറിയാം. പക്ഷെ അത് പറഞ്ഞാൽ ശരിയാകില്ലല്ലോ. അതുകൊണ്ടാണ് പലരും മിണ്ടാതെ ഇരിക്കുന്നതും, മോദിയെ ചീത്ത വിളിക്കുന്നതും, മോദിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കാനൊക്കെ ചില സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും ഒക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ്. യാഥാർത്ഥ്യം അതൊന്നുമല്ല. മോദി ആരാണ് എന്നുള്ള കാര്യം ശശി തരൂരിന് നേരത്തെ അറിയാം, പണ്ടേ അറിയാം, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. സ്തുതി എങ്കിൽ സ്തുതി, സന്തോഷം. എന്തായാലും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. ശശി തരൂരിന് ഒട്ടുമില്ല. ഇനി ശശി തരൂർ BJP-യിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും നാളെയായാലും മറ്റന്നാളായാലും അദ്ദേഹം ഈ അഭിപ്രായം മാറ്റി പറയില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ്. അത് അംഗീകരിക്കുന്നു. മോദിയെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്, വാസ്തവമാണ്. അതൊരിക്കലും ഒരു മോദി സ്തുതിയായിട്ടോ അല്ലെങ്കിൽ ഒരു മോദി സ്തുതിഗീതമായിട്ടോ വ്യക്തി പൂജയായിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല. അത് യാഥാർത്ഥ്യം ഇതാണ്.